ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്ലെൻഡറിന്റെ ടാങ്ക് ഉണ്ട്, അടിപൊളിയായിട്ട് പെയിന്റ് എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ടാങ്കിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ പെയിന്റിന്റെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പം പുതിയ പെയിന്റ് അടിക്കാനുള്ള പ്രൈമർ കോട്ടിങ് അതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൂടെ സഹായത്തിന് പയ്യൻ നമ്മുടെ ശരത്ത് എന്നതാണ്. ശരത്തിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ശരത്തിനെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് തന്നെയാണ്. ചാനലിന്റെ പേര് പറഞ്ഞാൽ വണ്ടികളൊക്കെ നമ്മൾ ഇടുന്നുണ്ട്, മോഡിഫിക്കേഷൻ ഇടുന്നുണ്ട്. അപ്പൊ ഇവന്റെ ഈ ചാനലും കൂടി നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് തീർത്തോണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പെയിന്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകണം. പുള്ളിക്കാരൻ മിക്കവാറും ഇന്ന് നമ്മൾ പെയിന്റ് ചെയ്യുമ്പോഴത്തേക്കെല്ലാം സമയം കിട്ടുമ്പോഴേക്ക് പുള്ളിക്കാരൻ വരുന്നുണ്ട്. അത് മിക്കവാറും വരും. അപ്പൊ നമ്മൾ എന്തായാലും രണ്ടുപേരും ഉൾപ്പെടുത്തുന്നൊരു വീഡിയോ നമുക്ക് എന്തായാലും മുന്നോട്ട് ചെയ്തു പോവാം. ഇപ്പൊ നമ്മൾ ടാങ്ക് എല്ലാം നല്ല മെറ്റൽ കണക്കാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, ഈ ഒരു ഭാഗത്തെല്ലാം പഴയ പെയിന്റുകളെല്ലാം കളഞ്ഞ് പുട്ടിയുള്ള ഭാഗത്തെല്ലാം പുട്ടിയായിട്ട് എല്ലാം ലെവൽ ചെയ്ത് ഒരുവിധം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മണ്ടയിൽ പ്രൈമർ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അപ്ലൈ ആവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, എങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്നുള്ള രീതിയിലെല്ലാം നമുക്കൊന്ന് കാണാം. അത് നമ്മളെ ശരത്താണ് നിൽക്കുന്നത്, കൂടെ നിൽക്കുന്നത്. ശരത്ത് നല്ല ആഞ്ഞ് തന്നെ ഉരക്കുകയാണ്. പക്ഷേ ആഞ്ഞ് ഉരച്ചുള്ള പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അവസാനം തന്നെ ഇതിൻ്റെ ഒരു റിവ്യൂ എങ്ങനെയാണ്, ഈ ടാങ്കിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ അവസാനം എന്തായാലും ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പ്രൈമർ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അടിക്കുന്ന കാര്യം നേരെ കാണാം. നമ്മൾ 2K പ്രൈമറെല്ലാം അടിച്ച് ഇതെല്ലാം സാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബേസ് കോട്ട് പെയിന്റ് അടിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ബേസ് പെയിൻ്റ് എല്ലാം അടിച്ച് കഴിഞ്ഞു. ബേസ് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലിയർ കോട്ടിങ് അടിക്കുകയാണ്. ക്ലിയർ കോട്ടിങ് ആണ് ഇതായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ കോട്ടിങ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടാമത്തെ കോട്ടിങ് നമ്മൾ ചെറുതായിട്ട് പറത്തി വിട്ട് അടിച്ചെടുക്കുകയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കൊരു ഫിനിഷിങ് കൊണ്ടുവരാൻ പറ്റൂ. ഡയറക്റ്റ് ഒറ്റ കോട്ടിങ്ങിൽ അടിച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫിനിഷ് ആവത്തേ ഇല്ല. എല്ലാവരും ചെയ്യുന്ന പരിപാടി അങ്ങനെയാണ്.
അപ്പോൾ ഒരു പെയിൻറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ കുറഞ്ഞത് 3 ക്ലിയർ കോട്ടെങ്കിലും ചെന്നാൽ മാത്രമേ എല്ലായിടത്തും നമുക്ക് കവറിങ് ആയി കിട്ടുള്ളൂ. അതുപോലെ നമ്മൾ ഒരു രണ്ടാമത്തെ കോട്ടിംഗ് ഒക്കെയാണ് ഇപ്പോൾ അടിച്ച് ഏകദേശം ഒന്ന് ജസ്റ്റ് ഒന്ന് പറത്തി വിട്ടപ്പോൾ തന്നെ നമുക്ക് ആ ഒരു മിനുക്കം കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അടുത്ത കോട്ടർ കഴിയുമ്പോൾ ഇത് അടിപൊളിയായിട്ട് വരും. ഇപ്പം നമ്മളിത് അടുത്ത കോട്ടോട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറത്തി വിട്ട് അടിച്ചപ്പോൾ തന്നെ കണ്ട ആ ഒരു ഫിനിഷിങ് നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇത് കണ്ട നമുക്ക് ആ ടാങ്കിലേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് ആ ഒരു ചെറിയൊരു മെറ്റാലിക്കിൻ്റെ ഷെയ്ഡ് കാര്യങ്ങളെല്ലാം നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. എങ്കിലും നമ്മൾ എല്ലാ ഭാഗങ്ങളും കവറാവാനായിട്ട് അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ നമ്മൾ എത്താത്തടത്തൊക്കെ കുറച്ചുകൂടി ഒന്ന് കവറാവാനായിട്ടൊന്ന് ചെയ്ത് ഒരു കോട്ടൂടെ ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട്. ടോട്ടൽ 3 കോട്ടാണ്. 3 കോട്ടിന് ഒരു സൈഡ് നമ്മൾ അടിച്ച് ഫിനിഷ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത് ഫുള്ള് കവർ ചെയ്തും കൊണ്ട് നമ്മൾ ലാസ്റ്റ് കോട്ട് അടിച്ച് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തെ ഈ ഒരു രീതി ശ്രദ്ധിക്കുക. ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരാൻ പറ്റും. മറ്റുള്ള ഒരു കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമില്ല. അതേപോലെ നമ്മൾ ക്ലിയർ കോട്ടിങ് അടിക്കുന്ന സമയത്ത് നല്ല കമ്പനി ക്ലിയർ തന്നെ മേടിച്ചടിക്കാൻ വേണ്ടി നോക്കുക. ഒരുപാട് ലോക്കൽ ക്ലിയറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും മേടിക്കരുത്. അടിക്കുമ്പോൾ അതിൻ്റെതായ കറക്റ്റ് മിക്സിങ് കാര്യങ്ങളെല്ലാം ലെവൽ ചെയ്ത് കൊണ്ടുപോകണം നമുക്ക് കറക്റ്റ് അടിച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ ലാസ്റ്റ് കോട്ടായിട്ട് നമ്മൾ അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുക. നമ്മൾ ടാങ്ക് കാര്യങ്ങളെല്ലാം പെയിന്റ് അടിച്ച് ക്ലിയർ ഒക്കെ അടിച്ച് എല്ലാം സെറ്റായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഫൈനൽ വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. നല്ല പക്ക ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ ചെറിയൊരു ഫ്ലാഷ് എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു മിനുക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നല്ല രീതിയിലൊരു മിനുക്ക് അവിടെ വരുന്നുണ്ട്. നല്ലൊരു മിനുക്കം പോലെ നമുക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് മെറ്റാലിക് പെയിന്റ് കാണിച്ചിടാം. ബ്ലാക്കിൽ മെറ്റാലിക് ചേർത്ത് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കണം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.